ഇപ്പോഴ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് പല ആൾക്കാരും തന്നെ പണ്ട് കാലത്തൊക്കെ നേരിട്ട പല കാര്യങ്ങളും, അതായത് ബസ്സിൽ വെച്ചിട്ടും സ്കൂളിൽ വെച്ചിട്ടും അങ്ങനെ പല സ്ഥലങ്ങളിലും വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ നീതു എന്ന് പറയുന്ന ആ ഒരു യുവതിയുടെ ഭർത്താവിനും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്ത് യുവതിയാണ് പറയുന്നത്, ഭർത്താവും തന്നെ യുവതിയാണ് ഇതിൻ്റെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല എന്നൊന്നും പറയാൻ കഴിയില്ല, ചിലപ്പോഴുണ്ടാകാം. ഏതായാലും അവർ ഒരു എന്നാന്ന് കത്തി അടിക്കുന്ന എന്നൊന്നും പറയുന്നില്ല. ഏതായാലും അവർ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. വെച്ചിട്ട് മോശം അനുഭവം ഉണ്ടാവുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ആണുങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു വ്യക്തിയാണ് എന്റെ കൂടെ ഇരിക്കുന്നത്. ആള് +1 പഠിക്കുന്ന സമയത്ത് കേട്ടോ ജിമ്മില് പോവാണ്. അതായത് സ്കൂള് കഴിഞ്ഞിട്ട് നേരെ ജിമ്മിൽ പോകുന്നല്ലേ. ഞങ്ങൾ കുറച്ച് ചെറിയ ജിമ്മന്മാരുണ്ടായിരുന്നു, ഞാൻ റാഫി അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഞങ്ങള് പ്രൈവറ്റ് ബസ്സിലാണ് കൊട്ടിയത്ത് ബ്രൗണിൽ പോകുന്നത്. അപ്പൊ ആ സമയത്ത് നല്ല തിരക്കാണ് പ്രൈവറ്റ് ബസ്സിൽ, അറിയാലോ. അപ്പം പോയി കൊട്ടിയത്ത് ഇറങ്ങി ഞാൻ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് നിന്റെ കാലില് എന്തോ ഇരിക്കുന്നല്ലോ തുടയിലൊക്കെ എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, അന്ന് ബൂട്ട് കട്ട് പാൻസും ടൈറ്റ് ഒക്കെ ഇല്ല. ഒരു തിരക്കിനിടയിൽ ആരെങ്കിലും എന്നെ ടച്ച് ചെയ്യണം എനിക്ക് അറിഞ്ഞാൽ, പക്ഷെ അറിഞ്ഞില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്തോ ഒരു വൈറ്റ് കുഴകുഴാന്നുള്ള ലിക്വിഡ്. അപ്പോഴേ എനിക്ക് മനസ്സിലായി പണിപാളി. അപ്പോൾ ഞാനങ്ങ് മൈൻഡൊക്കെ അങ്ങ് ഡൗൺ ആയി വല്ലാണ്ട്. അപ്പൊ എന്റെ ഈ ഫ്രണ്ട് റാഫി ആക്ച്വലി ആ സമയത്ത് ഭയങ്കര മെന്റൽ സപ്പോർട്ടായിരുന്നു. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞാൽ അത് വേറൊന്നുമില്ല, പിള്ളേർ കൊച്ചു പിള്ളേരെല്ലാം ഗമ്മും എല്ലാം അടിച്ചൊടിച്ചായി. അപ്പൊ ഞാൻ പറഞ്ഞു ഗമ്മൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം അവനൊരു ബുക്കൊക്കെ കീറി പേപ്പർ എടുത്ത് ഞങ്ങൾ രണ്ടും കൂടെ തുടച്ച് കളഞ്ഞു. എന്നിട്ട് ജിമ്മിൽ പോയിരുന്ന് ആപ്പാടെ പ്രാന്തായി, മൈൻഡ് മൊത്തം ഒന്ന് ഡൗൺ ആയി. എന്ത് ചെയ്യണില്ല, അതൊന്നും വർക്കൗട്ട് ചെയ്തില്ല. 3-4 ദിവസത്തേക്ക് മൈൻഡ് ഔട്ടായി, ഫുള്ള് മൈൻഡിൽ കൂടെ പോകുന്നത്. അപ്പോഴാണ് അവൻ പറഞ്ഞത് ഏതൊരു കിളവൻ, ഒരു മുണ്ടെടുത്ത ഒരു കിളവൻ അതിനകത്ത് വിരവൊന്നുണ്ടായിരുന്നു പറഞ്ഞു. പലരെയും പോയി ജാക്കി വെച്ചു എന്നാണ് എന്ന് പറയുന്നത്. പക്ഷെ എന്റെ അടുത്തായിരിക്കണം ചിലപ്പം അവൻ തെറിപ്പിച്ചത് എന്നാണ് പറയാൻ. ഞാൻ അതുകൊണ്ട് അറിഞ്ഞില്ല. ഇത് ആപ്പാടെ വല്ലാത്തൊരവസ്ഥയായി പോയി. ഞാൻ മനസ്സ് മൊത്തവും ഇപ്പോഴും അവനെ ആ സമയത്ത് എന്റെ കൈ കിട്ടി അടിച്ച് റൊട്ടി അയക്കുന്ന മുട്ട ചവിട്ടി പൊട്ടിക്കുന്ന മാനസികാവസ്ഥയാണ് എനിക്ക് ഇപ്പോഴുള്ളത്. പക്ഷെ ആളെ അറിയത്തില്ല ലൈഫിൽ എന്താ. ഞാൻ എപ്പോഴും ചിന്തിക്കും, ആണാ എനിക്ക് ഇത്ര ആണെങ്കിൽ പെൺകൊച്ചുങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോടും താല്പര്യം പൊട്ടും. എന്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനത്തെ ഇത്തരം കാണിക്കുന്നത് ഞാൻ പിടിച്ച് പൊട്ടിക്കാനുള്ള ദേഷ്യം അന്നേ ഉണ്ട്. അന്ന് കൂട്ടുകാരോട് ഞാൻ പറയും ഇമ്മാ ഇതിന്റെ ഇത്തരം കാണിക്കാൻ പോലും. ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അടുത്ത് വന്നിരുന്നിട്ട് തൊടയിലൊക്കെ കഴിക്കും. എന്നിട്ട് പറയും കുഴപ്പമില്ല, ബാഗ് എടുത്ത് വെച്ചോ, ആരും അറിയത്തില്ല. അപ്പൊ രണ്ട് തെറി വിളിക്കും. ഞാനങ്ങനെ പിടിച്ച് എപ്പോഴേ പൊട്ടിച്ചാൻ. ഈവൻ ഞാൻ ചില സെനാരിയിൽ പൊട്ടിച്ചിട്ടുമുണ്ട് ചിലവരെ. കാര്യം ഇത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് പറഞ്ഞ സ്പോട്ടിൽ പ്രതികരിക്കുക. അന്ന് ഞാൻ അറിഞ്ഞില്ല. അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് എന്നെ ക്ലവനെ ഞാൻ തല്ലിക്കൊന്നാനെ. പുള്ളിയല്ല, ഞാൻ ഉപദേശിച്ചാനെ. പക്ഷെ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഉള്ള പെൺപിള്ളേർക്ക് ഇതിന്റെ ആവശ്യമില്ല. എങ്കിലും എല്ലാവരും ഈ പറഞ്ഞ ഹരാസ്മെന്റ് ചെയ്യാതിരിക്കാൻ നല്ല സ്പോട്ടിൽ പ്രതികരിക്കുക. ഒന്ന് തുറിച്ച് നിങ്ങൾ നോക്കിയാൽ മതി. പലവന്മാര് ഇത്ര ഗഡ്സ് ഒന്നും കാണത്തില്ല. പിന്നെ എന്താ പറയുന്നത്, സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. ആ ഒരു സീരീസിൽ സെയിം ഇതുപോലത്തെ ഒരു ഇൻസിഡന്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ആണിനല്ല, ഒരു പെൺകുട്ടിക്ക്. പിന്നെ ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന മെന്റലി ഉണ്ടാവുന്ന ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഭയങ്കര. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് അവരുടെ ഭർത്താവിനുണ്ടായ ഒരു ദുരനുഭവത്തെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം അയാൾ പറയുന്നത് നുണയാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്രായം കഴിഞ്ഞ് വന്ന എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും ചിലപ്പോഴേ ഇതുപോലെയുള്ള ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഇല്ല എന്നൊന്നും മാർഗം പറയാൻ കഴിയില്ല. പണ്ട് കാലത്തൊക്കെ തന്നെ ബസ്സിൽ കയറിയാലും കല്യാണത്തിന് പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാലും പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാൻ എല്ലാവർക്കും ഭയമായിരുന്നു. കാരണം ആൾക്കാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ കാമ കൊതിയന്മാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ജയിലാക്കേണ്ട ആ ഒരു വകുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അതായത് നമ്മുടെ ദീപക് എന്ന് പറയുന്ന ഒരു സഹോദരൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആ ദീപക്കിനെ മോശക്കാരനാക്കാൻ വേണ്ടി ചില ആൾക്കാർ ശ്രമിക്കുന്ന വേലകളുണ്ട്. പക്ഷെ ഇതൊന്നും എന്ന് പറഞ്ഞാൽ ദീപക്കിന് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ അറിയാം ദീപക്കിൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ല. 100% എന്ന് പറഞ്ഞാൽ ദീപക് ക്ലിയർ ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതുപോലെ ചെയ്യുന്ന ആൾക്കാരില്ലേ എന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ ഉണ്ടാകും.
ഒരുപാടെണ്ണം ഉണ്ടാകും. ഇതൊന്നും അല്ല, ബസ്സിൽ കയറി കഴിഞ്ഞാൽ ചില ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിലോട്ട് ഈ വരകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറപ്പ് തോന്നും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ കുറേ ടീമുകളുണ്ട്, ഇല്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ ഇതുപോലെ ചെയ്യുന്നവന്മാർ ഇനി രക്ഷപ്പെടാൻ പാടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ കാര്യങ്ങളിൽ ഓക്കെയാണ്, പക്ഷെ ഇതിൻ്റെ പേരിൽ തെണ്ടിത്തരം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കുറേ ടീമുകൾ ഉണ്ടാകും. അവർക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാനോ പ്രദർശിപ്പിക്കാനോ അല്ലെങ്കിൽ ആ വിറകൊണ്ട് ചിലപ്പോൾ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞു എന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ളവർ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതൊക്കെ അതാണ് അവൻ ചെയ്ത തെറ്റ് തന്നെയായിരിക്കാം, സഹോദരി പറയുന്നത് ശരിയായിരിക്കാം എന്നുള്ളൊരു വിചാരം വേണം. അല്ലാതെ നിങ്ങളെല്ലാവരും കൂടി പോയിട്ട് അവിടെ നിന്നും ആ സ്ത്രീയെ നീയും മറ്റവളുടെ ആളല്ലടി എന്നുള്ള തരത്തിൽ ഒരിക്കലും പെരുമാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പെരുമാറി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ, അതായത് ഇങ്ങനെ ഉള്ള ടീമുകൾ രക്ഷപ്പെടാനുള്ള ചാൻസുകളുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഇനി അങ്ങോട്ട് കരിക്കൽ നീക്കാൻ. ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ കയറിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം സമ്പാദ് എന്ന് പറയുന്നവൻ, അവനിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവനിപ്പം ബസ് കയറില്ല എന്നാണ് പറയുന്നത്. അവർ രണ്ടാമത്തെ പ്രാവശ്യമാണ് അവനെ പിടിച്ചത്. ആദ്യത്തെ പ്രാവശ്യം പിടിച്ചപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് വിചാരിച്ച് അയ്യോ പാവം, അവനൊരു പാവമായിരുന്നു എന്നല്ലേ. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം കൂടി അവനെ വിളിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇതൊരു മാനസിക രോഗമാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. ഇത് കൃത്യമായിട്ടെന്ന് പറയുന്നത് മാനസിക രോഗമാണ്. പിന്നെ ഇദ്ദേഹം പറയുന്ന പോലെ ആ മുട്ടയുടെ പ്രശ്നം ഉണ്ടാവും. ആ മുട്ട ഉടച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ, ഒരു ഓംലേറ്റ് അടിച്ചതിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു മാനസിക രോഗം തന്നെയാണ്. കാരണം ഇതിനായിട്ടൊരു വിഭാഗം, കുറച്ച് ആൾക്കാരുണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. അതില്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. പലപ്പോഴും നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഈ പിന്നെ പ്രായമായി കഴിഞ്ഞാലും ശരി, അതായത് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ബസ് കയറി കഴിഞ്ഞാൽ തന്നെ ചില ടീമുകളുണ്ട്, നമുക്കറിയില്ല ആണ് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയില്ല. നമ്മളൊക്കെ ഇപ്പം മാറിപ്പോവില്ലേ ചെയ്യാം, നമുക്ക് ഇതില്ലെങ്കിൽ നമ്മൾ മാറിപ്പോകും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചില ആൾക്കാർക്കൊക്കെ ഭയമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള മാനസികമുള്ള ഒരു ടീമിന് പോലും ഇതിൻ്റെ ഭയമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവന്മാർ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, പിടിക്കേണ്ടത് പിടിക്കും, ഞെക്കേണ്ടത് ഞെക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവന്മാർ അടിക്കേണ്ടത് അടിക്കും. അതുമാണ് അവന്മാരെ ഇത്. അതാണ് ഇപ്പോഴും ഈ പുള്ളിക്കാരൻ പറഞ്ഞത്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ എന്താ ഇതാക്കും, അത് ഉറപ്പാണ്. അവർക്ക് ഭയമില്ല. അവരെവിടുന്നും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഉത്സവത്തിന് ഒരുപാട് ക്രൗഡുകളാണ് അവിടെ കയറിയിട്ട് ഒരുത്തം പിടിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കണം നിങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾ ഒരുപാടുണ്ട്. ഇവന്മാരെ വെറും ഞരമ്പിനായിട്ട് നമ്മൾ കണക്കൂട്ടരുത്. ഇവന്മാർക്ക് വേറെ അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഒരാവശ്യവുമില്ലാതെ തിരക്കുള്ള ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരുപാട് ടീമുകൾ ഉണ്ടാവും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ തിരക്കുള്ള ബസ് നോക്കി കയറുന്ന ചില ടീമുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ അവളുടെ കൂടെ ഇല്ലവലല്ലേ എന്നുള്ള തരത്തിൽ പറഞ്ഞ് ചിലപ്പോഴും തന്നെ ഞരമ്പം മാറി രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരിക്കലും അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നിമിഷം ചെയ്യേണ്ടത് കണ്ടക്ടറെയോ ഡ്രൈവറെയോ വിവരം അറിയിക്കുക, ബസ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറയുക. അതാണ് വേണ്ടത്. ഒരിക്കലും ഇതുപോലെ ഫോട്ടോ എടുത്തിട്ട് ഒന്നും അറിയാതെ പ്രചരിപ്പിക്കരുത്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.